ഉള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കള്ളം പറയുന്നവർ എന്നുള്ളൊരർത്ഥത്തിലാണ് ഈ മാപ്ര എന്ന് പറയുന്ന ഒരു വിളിപ്പേര് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരാളുടെ പേര് ആ വാർത്തയിൽ വരുമ്പോൾ ഒരാളുടെ ഇനിഷ്യൽ തെറ്റിപ്പോയാൽ നമുക്കൊരു ദിവസം കിട്ടുന്ന കോളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. തികച്ചും മനുഷ്യരില്ലാത്ത ഒരു പത്രപ്രവർത്തനമാണോ നമ്മൾ ഭാവിയിൽ കാണുന്നത്? അതിൽ എത്രത്തോളം ഫാക്ട് ചെക്കിംഗ് കാണും? അച്ചടി മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യതയാണ്. ബാബർജി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിലെ 2 പത്രങ്ങൾ മാത്രമാണ് പള്ളി പൊളിച്ചു എന്നെഴുതുന്നത്. അച്ചടി മാധ്യമത്തിൻ്റെ ആയുസ് എന്നുള്ള ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കാനായിട്ട് എൻ്റെ കൂടെയുള്ള വളരെ സീനിയറായിട്ട് 2 വെറ്ററൻ മാധ്യമ പ്രവർത്തകരാണ്. 2 പേരും അച്ചടി മാധ്യമത്തിലാണ് ജോലി ചെയ്തത് വളരെ ദീർഘകാലം. അപ്പോൾ നമുക്ക് ഇത് അച്ചടി മാധ്യമം ICUവിലാണോ വെന്റിലേറ്ററിലാണോ, എന്താണ് ഇനി അതിന് തിരിച്ച് റിവൈവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കെല്ലാം അറിയാം, പൊതുവിൽ അച്ചടി മാധ്യമത്തിന് ആയുസ് നമുക്ക് എല്ലാവർക്കും ആശങ്കയുള്ളൊരു കാര്യമാണ്, നമ്മളെ അലട്ടുന്ന കാര്യമാണ്. പല പത്രങ്ങളും ഇന്ത്യയിൽ തന്നെ ലോകമെമ്പാടും പല പത്രങ്ങളും പൂട്ടുകയാണ് അച്ചടി മാധ്യമം. ന്യൂസ് പ്രിൻറ്റിൻ്റെ വില കൂടുകയും പിന്നെ പൊതുവേ യങ്ങർ ജനറേഷൻ സോഷ്യൽ മീഡിയയിൽ നിന്നും അവർ ന്യൂസ് വായിക്കാത്തവരല്ല, പക്ഷേ അത് മൊബൈൽ ഫോണിലും ഐപാഡിലും വായിക്കുന്നവരായി തീർന്നതുകൊണ്ടും അച്ചടി മാധ്യമത്തിൽ നിന്നും കുറച്ച് പേരെങ്ങാനും മൈഗ്രേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോയിട്ടുണ്ടോ? അവരെ എങ്ങനെ നമ്മൾ തിരിച്ച് അച്ചടി മാധ്യമത്തിലോട്ട് അവരെ കൊണ്ടുവരും? അതോ നമുക്ക് അച്ചടി മാധ്യമം തന്നെ ആവശ്യമുണ്ടോ? ഇനി എല്ലാവരും സോഷ്യൽ മീഡിയ ആയിരിക്കുമോ? നമ്മളും എല്ലാം മൈഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതേസമയം അച്ചടി മാധ്യമത്തിൽ പലരും തന്നെ മൾട്ടിമീഡിയയിലോട്ട് പോയിരിക്കുകയാണ്. ഇപ്പം ഒരേ പേപ്പറിൽ തന്നെ QR കോഡ് കൊടുത്ത് അതിനെ നമ്മൾ വീഡിയോ ആയിരിക്കണു, നമ്മൾ ഓഡിയോ പോഡ്കാസ്റ്റ് ചെയ്യണു, വീഡിയോസ് കൊടുക്കണു. അപ്പോൾ എന്ത് രീതിയിലാണ് നമ്മൾ അച്ചടി മാധ്യമത്തിൻ്റെ റെലവൻസ് കൂട്ടുന്നത്? എങ്ങനെ നമുക്കൊരു യങ്ങർ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ഗാർഡിയനിലൊരു സ്റ്റഡിയിൽ തന്നെ പറഞ്ഞിരുന്നു, പലരും 35 വയസ്സിൽ താഴെയുള്ളവർ പത്രങ്ങൾ വായിക്കാറില്ല, വാങ്ങാറില്ല. അപ്പോൾ ഇവരെയൊക്കെ തിരിച്ച് നമ്മൾ ഈ അച്ചടി മാധ്യമത്തിലോട്ട് എങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റും? ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ അച്ചടി മാധ്യമത്തിൻ്റെ വളർച്ച കൂടിയിരിക്കുകയാണ്. നമുക്ക് തോന്നും ചെറിയ തോതിലൊക്കെ കുറവുണ്ടെങ്കിലും സർക്കുലേഷനിൽ, മൊത്തത്തിൽ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ അച്ചടി മാധ്യമത്തിന് ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 3.5% അങ്ങാണ്. പ്രോഫിറ്റ്സിലും എല്ലാത്തിലും തന്നെ ഗ്രോത്താണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം മനോരമയിലെ സീനിയറായിട്ടുള്ള വെരി സീനിയർ മീഡിയ പേഴ്സൺ പണിച്ചിപുരം സാറിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ? അപ്പോൾ ഇപ്പോൾ മോഡറേറ്റർ പറഞ്ഞ് നിർത്തിയിടത്തു നിന്നും തുടങ്ങിയാൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇപ്പം ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ട, നിങ്ങൾക്കറിയാമായിരിക്കും, വാനിഫ്ര എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. നമ്മുടെ ഗ്ലോബലി പത്രസ്ഥാപനങ്ങളുടെ ഒരു രാജ്യാന്തര സംഘടനയാണ്. വാനിഫ്രയുടെ കണക്ക് പ്രകാരം തന്നെ പത്രങ്ങളുടെ വളർച്ച എന്ന് അവർ കണക്ക് കൂട്ടുമ്പോൾ സർക്കുലേഷൻ വളർച്ച മാത്രമല്ല അവർ കണക്ക് കൂട്ടുന്നത്. 2023 നിന്ന് 2024 എത്തിയപ്പോൾ പത്രങ്ങളുടെ വളർച്ച എന്ന് പറയുമ്പോൾ സാമ്പത്തിക വളർച്ച, അഡ്വർടൈസ്മെൻറ്റിൻ്റെ വളർച്ച, ഇതെല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ അവർ പറയുന്നത് 2023 12% 24 ആയപ്പോൾ അത് 15%, 3% വലിയ വളർച്ചയല്ലായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഈ കോവിഡ് കാലത്ത് പത്രങ്ങളുടെ സ്ഥിതി വളരെ, അച്ചടി മാധ്യമങ്ങളുടെ സ്ഥിതി മോശമായി തീർന്നെങ്കിലും അതിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് 23-ലും 24-ലും കാണാൻ കഴിയുന്നു എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ മോഡറേറ്റർ പറഞ്ഞ പോലെ ഇന്ത്യയിലാണ് ഒരുപക്ഷെ ലോകത്തിപ്പോൾ പത്രങ്ങളുടെ സർക്കുലേഷനിൽ തന്നെ വലിയ ഒരു വളർച്ച കണ്ടുകൊണ്ടിരിക്കുന്നത് കോവിഡിന് ശേഷം. ഇപ്പോൾ 2025 ഉള്ള സർക്കുലേഷൻ വളർച്ച തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നത് 6% ആണ്. കഴിഞ്ഞ തവണ 3% ആയിരുന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി. അപ്പോൾ അത് തീർച്ചയായും നമ്മുടെ ഇന്ത്യയിൽ, ഒരുപക്ഷെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും നമ്മുടെ സാക്ഷരത വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സാക്ഷരത കൂടി വരുമ്പോൾ സ്വാഭാവികമായും അവരെ സോഷ്യൽ മീഡിയയിലേക്ക് ഒക്കെ പോകുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ പോകുന്നതിനൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമായി അവർ പുതുതായി പഠിച്ച അക്ഷരങ്ങൾ, ഭാഷ, അതവർ വായിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് കൂടുതലും.
അങ്ങനെ അച്ചടി മാധ്യമങ്ങളുടെ ഈ ഭാവി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏതായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ത്രെറ്റും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗ്ലോബലി ഇപ്പോൾ മുമ്പ് പറഞ്ഞ വാനിഫ്രയുടെ കണക്ക് പ്രകാരം തന്നെ ലോകത്തുള്ള ആകെയുള്ള പരസ്യങ്ങളുടെ തന്നെ 53% ഇപ്പോഴും അച്ചടി മാധ്യമങ്ങളിലാണ്. 53%. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ അച്ചടി മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യതയാണ്. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു ഈ മീഡിയ ചർച്ചകളിലൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം ഒരു മീഡിയ വിത്തൗട്ട് ആൻ എഡിറ്റർ എന്നാണ് പറയുന്നത്. കാരണം അതേസമയം പ്രിൻറ്റിന് അങ്ങനല്ല. പ്രിൻ്റ് അത് പലതവണ ക്രോസ് ചെക്ക് ചെയ്ത് വസ്തുതകളെ സത്യമാണെന്ന് ഉറപ്പുവരുത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ക്രെഡിബിലിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ സർക്കുലേഷനിലെ ഗ്രോത്ത് ശതമാനം ക്രമേണ കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ സർക്കുലേഷൻ തന്നെ ക്രമേണ ശതമാനം മാത്രമല്ല കുറഞ്ഞേക്കാം. പക്ഷേ എന്നാൽ പോലും പ്രിൻറ്റിൻ്റെ ആ വിശ്വാസ്യത നിലനിൽക്കുന്ന ആ കാലത്തോളം നമുക്ക് അതിൻ്റെ ആയുസ്സിന് അവസാനമായി എന്നൊരു തീർപ്പ് കൽപ്പിക്കാൻ സമയമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസ്യതയെ പറ്റി പറയുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള മീഡിയ അക്കാഡമി ചെയർപേഴ്സൻ്റെ അടുത്താണ്. നിരന്തരം മാധ്യമങ്ങളെ അറ്റാക്ക് ചെയ്യുന്നൊരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കുക, മാപ്ര എന്ന് വിളിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊതുവിൽ പറയാറുണ്ട് പലരും സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ ക്യൂറേറ്റ് ചെയ്യുന്ന ന്യൂസാണ് ഇപ്പോൾ വായിക്കുന്നത്. അപ്പം നമ്മൾ മൊബൈൽ എടുത്തോ ഐപാഡ് എടുത്തോ നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വാർത്തകളാണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത വാർത്തകൾ നമ്മൾ വായിക്കുന്നില്ല. ഒരു ന്യൂസ് പേപ്പർ എടുത്താൽ അങ്ങനെയല്ല. ഒരു എഡിറ്റർ ഡിസൈഡ് ചെയ്യുന്നതാണ് നമ്മൾ പേജ് 1 കാണുന്നത്, പേജ് 2 പോകുന്നു, പേജ് 3 പോകുന്നു. പക്ഷെ നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്നൊരു ന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ തന്നെ പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പം സാറ് പറഞ്ഞ പോലെ ഒരുപാട് ക്രെഡിബിലിറ്റി കുറവുണ്ടെന്നൊരു തോന്നലുണ്ട്. അതേസമയം യങ്ങർ ജനറേഷൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സിൻ്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. അത് മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയയിൽ ന്യൂസ് വളരെയധികം ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ന്യൂസ് വരെ ടൈപ്പിലുള്ള സംസാരിക്കുന്നത്. അപ്പം ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഗണ്യമായി പ്രിൻറ്റ് മീഡിയ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ നിരന്തരം ഒരു റൈറ്റ് വിങ് ഫോഴ്സസ് നമ്മൾ നാസി ജർമ്മനിയിൽ കണ്ടതാണ്. മീഡിയ കോൺസ്റ്റൻ്റ്ലി അറ്റാക്ക് ചെയ്യുകയും ചെറുതായി കാണിക്കുകയും ചെയ്യുമ്പോൾ ഈ ഇങ്ങനത്തെ പേരുകൾ പ്രസ്റ്റിറ്റ്യൂട്ട്സ് മാപ്ര എന്നൊക്കെ വിളിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്രെഡിബിലിറ്റി കുറയുന്നുണ്ടോ? ഇതിനെങ്ങനെയാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്? ഇതെങ്ങനെയാണ് പുതിയൊരു അച്ചടി മാധ്യമത്തിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? മീഡിയ അക്കാഡമി ചെയർപേഴ്സൺ ഒരു നീണ്ടകാല പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ എന്താണ് താങ്കളുടെ വീക്ഷണം? ഇതിൽ മോഡറേറ്ററുടെ ചോദ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ജോസ് പനിച്ചിപ്പുറം തന്നെ അതിൻ്റെ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ പത്രങ്ങളുടെ ആയുസ് നിലനിൽക്കുന്നതിന് മാധ്യമ വിശ്വാസ്യത ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പനിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തി. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഉള്ളതുപോലെ പത്രങ്ങൾ നാളെ നിലനിൽക്കുമോ എന്നുള്ളത് വളരെ ആശങ്കാജനകമായി തന്നെ ഉയർത്തേണ്ടുന്ന ഒരു ചോദ്യമാണ്. നേരത്തെ പനിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ചില ആധികാരിക റിപ്പോർട്ടുകളെ കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തി. പത്രങ്ങൾക്ക് തളർച്ചയുണ്ടോ, പത്രങ്ങൾ ഇന്ത്യയിൽ വളരുകയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ന്യൂസ് ഡെസേർട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. വാർത്താ മരുഭൂമികൾ. ഈ വാർത്താ മരുഭൂമികൾ അമേരിക്കയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് അച്ചടിച്ച പത്രങ്ങളില്ലാത്ത സ്ഥലമാണോ അവയെ വിളിക്കുന്ന പേരാണ് വാർത്താ മരുഭൂമികൾ എന്നത്. ഈ പേര് തങ്ങൾക്ക് അപമാനമാണെന്ന് തോന്നിയിട്ട് അമേരിക്കയിലെ പല പ്രദേശങ്ങളിലെയും അവിടുത്തെ സംഘടനകളും ജനങ്ങളും മുന്നോട്ട് വന്നിട്ട് അവർ സ്വന്തമായൊരു പത്രം തുടങ്ങിയാണ്.
ഈ പേരിൽ നിന്നും ഈ ദുഷ്പേരിൽ നിന്നും ഞങ്ങളുടെ പ്രദേശത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾ ഇതുപോലെ നിലനിൽക്കുമോ, ആയുസ് അറ്റുപോകുമോ? തനിച്ച് ആ കാര്യത്തെപ്പറ്റി പറഞ്ഞു. വളർച്ച നമ്മുടെ അച്ചടി മാധ്യമങ്ങൾക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ പത്രങ്ങളിൽ നിന്നും ടെലിവിഷനിൽ നിന്നുമെല്ലാം അകന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഒരു ആത്മപരിശോധനാപരമായിട്ട് നമ്മൾ ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്നും മോചനം നേടണമെങ്കിൽ നേരത്തെ മോഡറേറ്റർ പറഞ്ഞതുപോലെ ഒരു മൾട്ടിമീഡിയ ആയിട്ട് എല്ലാ തരത്തിലും നമ്മുടെ അച്ചടി മാധ്യമങ്ങളും മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പലതും ആ രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു അച്ചടി മാധ്യമം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വലിയ വളർച്ചയുണ്ട്. പക്ഷേ ആ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഓൺലൈൻ പത്രമായി എന്നുള്ളതാണ്. അപ്പോൾ അവർക്കുള്ള വരിക്കാരുടെ എണ്ണത്തിൽ അച്ചടിച്ച പത്രങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഓൺലൈൻ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാലത്ത് മലയാളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വായത്തമാക്കുന്നതിൽ പിന്നിൽ നിൽക്കുകയാണ്. 2022 ബെയ്ജിങ്ങിലെ ഒളിമ്പിക്സ് നടന്നു. ആ ഒളിമ്പിക്സ് നടന്നപ്പോഴത്തേക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിയാങ് ബോട്ട് എന്ന പേരുള്ള ഒരു റോബോട്ട് റിപ്പോർട്ടറെ ഇറക്കി. ഈ റോബോട്ട് റിപ്പോർട്ടർ എന്താ ചെയ്തേ? ഒരു ദിവസം ഇത് 30 മുതൽ 40 വരെ റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യുക. ഒരു കളി കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ ഇത് റിപ്പോർട്ട് ഫയൽ ചെയ്യും. പല പല സ്റ്റേഡിയത്തിലാണല്ലോ ഇത് നടക്കുന്നത്. അപ്പോൾ ഒരാൾ ഓടുകയാണെങ്കിൽ ആ വേഗതയുടെ ഇന്നലത്തെ അളവെന്ത്, ഇന്നലത്തെ ചരിത്രമെന്ത്, ഈ കുട്ടിയുടെ ഈ കായിക താരത്തിൻ്റെ പ്രത്യേകത എന്ത്, ഇതെല്ലാം ഈ സ്റ്റോറിയായിട്ട് വരികയാണ്. ഒരു ദിവസമാണെങ്കിൽ 58 സ്റ്റോറി ഫയൽ ചെയ്തു. ഒട്ടും മനുഷ്യസാധ്യമല്ല. ഇപ്പോൾ പിന്നെ പനച്ചേനുണ്ട്. നമുക്കൊക്കെ അറിയാം, മലയാള പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേജുകളിലൊന്നെന്ന് പറയുന്നത് ചരമ പേജാണ്. ഈ ചരമ പേജ് അതിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഞാൻ പരസ്യമായിട്ട് ഒരു കാര്യത്തിൽ ഈ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും പതിതർക്ക് വേണ്ടിയിട്ടും നിന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യമായിട്ട് തൊഴിലാളി മരിച്ചാൽ, ഒരു കർഷക തൊഴിലാളി മരിച്ചാൽ, ഒരു കൂലിത്തൊഴിലാളി മരിച്ചാൽ അവരുടെ ചരമം വാർത്തയായി വന്നത് ദേശാഭിമാനി വന്നതിന് ശേഷമാണ്. ഇപ്പോഴും പക്ഷേ ഇതൊക്കെയാണെങ്കിൽ എല്ലാ പത്രങ്ങളും കൊടുക്കും. ഈ പത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കകത്ത് വന്നപ്പോൾ ദീപു രവി പറഞ്ഞു, കേരളകൗമുദിയുടെ, ഞങ്ങൾ ഏറ്റവും പ്രാമുഖ്യം നൽകുന്ന പേജാണ് ചരമ പേജ്. ഈ ചരമ പേജ് തയ്യാറാക്കുന്നതിന് AI സഹായം ഞങ്ങൾ തേടാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 15 മിനിറ്റ് കൊണ്ട് ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്തിട്ട് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കൂടി നമുക്ക് സ്വയാർജിതമാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. മീഡിയ അക്കാഡമി ചെയർമാൻ അദ്ദേഹം പറഞ്ഞത് AI ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുണ്ട്, AI എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ChatGPT യൂസ് ചെയ്യുന്നവരാണ്. നമുക്കറിയാം അതിൻ്റെ രീതി എങ്ങനെയാണെന്ന്. എഴുതി വരുമ്പോൾ എന്താണ് അതിൻ്റെ സമ്മറൈസ് ചെയ്ത് വരുന്നത്, അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പം അങ്ങനെയാണോ നമ്മൾ പത്രപ്രവർത്തനത്തെ കാണുന്നത്? തികച്ചും മനുഷ്യരില്ലാത്ത ഒരു പത്രപ്രവർത്തനമാണോ നമ്മൾ ഭാവിയിൽ കാണുന്നത്? അതിലെത്രത്തോളം ഫാക്ട് ചെക്കിംഗ് കാണും? അതിലൊരു എംപത്തറ്റിക് ക്വാളിറ്റി. ഇപ്പം ചരമക്കോളത്തിനെ പറ്റി പറഞ്ഞു. ചരമക്കോളത്തിൽ നമുക്കറിയാം, നമ്മളെല്ലാം പത്രപ്രവർത്തകരാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ChatGPTയിൽ ചിലപ്പം എല്ലാവരും ഡെഡ് എന്നായിരിക്കും കൊടുക്കുന്നത്. നമ്മൾ പ്രസിഡൻറ്റിനെയോ പ്രൈം മിനിസ്റ്ററെയോ അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ടോ ആ വാക്ക്? നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ആലങ്കാരികമായ വാക്കുകളാണ്, ഭംഗിപ്പെടുത്തിയ വിധത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം AI അവിടെ എങ്ങനെയായിരിക്കും അത് പ്രവർത്തിക്കുന്നത്? അതുപോലെ തന്നെയാണ് AI-ക്ക് തിരിച്ചറിയാൻ പറ്റുമോ ഇതൊരു പ്രമുഖനാണ് അല്ലെങ്കിൽ ഇതൊരു സാധാരണ കലബോ? നമ്മളെല്ലാവരെയും ഈക്വലായിട്ട് ഒരു ലാംഗ്വേജിൽ കൊടുത്ത് പാസസ് അവേ,
അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പം ഇസ് നോ മോർ, ഇങ്ങനെ വളരെ ഭംഗിപ്പെടുത്തി കൊടുക്കും. അത് എല്ലാവരും ഡെഡ് 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 എന്ന് കൊടുക്കുമോ? അപ്പോൾ ഇതൊക്കെ AI യൂസ് ചെയ്യുന്നതിൻ്റെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ചിന്തിച്ച് വേണം AI യൂസ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞു ഒളിമ്പിക്സിൽ സംസാരിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഒളിമ്പിക്സിലും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എങ്ങനെ വരും? വെറുതെ നമുക്ക് മെഡൽ വിൻ ചെയ്തോന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളതാണത്. നമുക്കതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കേൾക്കണ്ടേ? അതിന് AI-ന് എത്രത്തോളം സഹായിക്കാൻ പറ്റും? എങ്ങനെയാണ് ഉണ്ടായത്? അതിൻ്റെ ഒരു ഹ്യൂമൻ ഫാക്ടറുണ്ട്. ഇപ്പം ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന ഒളിമ്പ്യൻസിന് ഒരുപാട് സ്റ്റോറീസ് പറയാനുണ്ട്. അവരുടെ ഗ്രിറ്റിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും അവരെങ്ങനെ അവിടെ വന്ന് എത്തിപ്പെട്ടു. ഇതൊക്കെ ഒരു AI ഒരു റോബോട്ടിന് എത്രത്തോളം ഇപ്പം കൈകാര്യം ചെയ്യാൻ പറ്റും? മേ ബി ഭാവിയിൽ അതും വരുമായിരിക്കും. പക്ഷേ അതൊക്കെയല്ലേ ഒരു ന്യൂസ് പേപ്പർ വായനയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് അറിയണ്ടേ? അപ്പോൾ ഒരു AI-ന് ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം ഒരു ഹ്യൂമനൈസിങ് ഫാക്ടേഴ്സ് അതിൽ വരും, എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും, എത്രത്തോളം ഇയാളുടെ ശ്രമം, അയാളുടെ ദ തിയേഴ്സ് ബിഹൈൻഡ് ദ ഗ്ലോറി, അത് നമുക്ക് അറിയാൻ പറ്റുമോ? നമുക്ക് ഈ നമ്മുടെ AI എല്ലാറ്റിനും ഒരു പ്രതിവിധിയാണ്, ഒരു സൊല്യൂഷനാണ് എന്ന് നമുക്ക് പറയാറ് ഏതായാലും ആയിട്ടില്ല എന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് കോഴിക്കോട്ട് ഒരു സാംസ്കാരികോത്സവം നടത്തി, ഹോർത്തൂസ് എന്ന് പറഞ്ഞിട്ട് 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ക്യൂറേറ്റർ ഒരു ക്യൂററ്റോറിയൽ സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കി. അപ്പോൾ അതിൻ്റെ ഒരു മലയാളം വെർഷൻ കൂടെ വേണം, തീർച്ചയായിട്ടും വേണം. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരത് ഒരു AI ട്രാൻസ്ലേഷൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് അത് നമുക്ക് തന്നു കാണാൻ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതിൽ പറയുന്നതൊന്നുമല്ല. അതായത് ഈ ഓർത്തൂസ് എന്ന് പറയുന്ന സങ്കല്പം തന്നെ നമുക്കറിയാം. ഓർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന പഴയ നമ്മുടെ സസ്യശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പേര്. അപ്പോൾ അതിൻ്റെ ലാറ്റിൻ വേർഡ് മീനിങ് മാത്രമായാൽ പോരാ. അത് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലബാർ എന്ന് പറയുന്നത് എന്താണ്? അന്നത്തെ മലബാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കേരളത്തെയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മനസ്സ് ആവശ്യമുള്ള, അല്ലെങ്കിൽ ബുദ്ധി മാത്രം പോരാ, മനസ്സ് ആവശ്യമുള്ള ഒരു കാര്യത്തിൽ ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതകാലത്തിന് ശേഷം AI-ക്ക് മനസ്സും ഉണ്ടാകുകയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇപ്പോൾ AI-ക്ക് ഏതായാലും ഒരു മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല, ബ്രെയിൻ ഉണ്ടാവും. പക്ഷേ അപ്പോൾ നമുക്ക് പത്രപ്രവർത്തനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ചരമക്കോളം സെറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജനറൽ ഗൈഡ് ലൈൻ്റെ പ്രകാരം നടത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നമുക്ക് ഒരാളുടെ മഹത്വം, ഇപ്പം വളരെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. ആ ആൾ മരിച്ചു പോയെന്ന് അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ എഴുതിയത് കൊണ്ട് മാത്രം അദ്ദേഹം ആവില്ലല്ലേ. നമുക്ക് ആ ആളിനെ പറ്റിയുള്ള അദ്ദേഹം നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ സാഹിത്യത്തിനെ, സംസ്കാരത്തിനൊക്കെ നൽകിയ സംഭാവനകളെ പറ്റി നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനൊരു മനസ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു നറേഷനാണ് അതിൽ വേണ്ടത്. മനസ്സ് ഏതായാലും AI-ക്ക് ഇതുവരെ സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കഴിയുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കഴിയുമായിരിക്കും. പക്ഷേ ഇപ്പോൾ സച്ച് നമുക്ക് അങ്ങനെ AI-ക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതല്ല. ഇപ്പം ട്രാൻസ്ലേഷൻ പോലും ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് കിട്ടുന്ന മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതൊരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ മാത്രമാണ്. അത് തന്നെ ലിറ്ററൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂആൻസസ് ഒന്നും ഉൾക്കൊള്ളാതെയുള്ള ട്രാൻസ്ലേഷനാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയുടെ റിയാലിറ്റിയെ പറ്റി നമുക്ക് വളരെ വ്യക്തമായ ബോധം വേണം. ഈ മാധ്യമ പ്രവർത്തനത്തിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യം എടുത്താൽ നമ്മുടെ ഡെമോഗ്രാഫിക്സ് എങ്ങനെയാണ്, അപ്പോൾ ഒരു ജില്ലയിലെ പോപ്പുലേഷൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അവിടുത്തെ കമ്മ്യൂണിറ്റി തിരിച്ചുള്ള സ്ട്രെങ്ത് എങ്ങനെയാണ്, ഇതൊക്കെ കൂടെ ചേർന്നതാണ് നമ്മുടെ ഓഡിയൻസിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന പത്രത്തിൻ്റെ കണ്ടൻസ്. ആ കണ്ടൻസിൽ എത്രത്തോളം AI-ക്ക് ഇടപെടാൻ പറ്റും എന്ന് ഇപ്പോൾ ഏതായാലും പറയാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോഴത്തെ സ്ഥിതിക്ക് അത് സാധ്യമല്ല. ചില കാര്യങ്ങൾ, അതായത് നമ്മൾ നിയതമായ ഒരു ലീനിയർ പാറ്റേണിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ AI-ക്ക് തൽക്കാലം അതേ കഴിയൂ. ചെയർമാനോട് തന്നെ AI-യെ പറ്റി കൂടുതൽ സംസാരിക്കാനാണ്. ഇപ്പം AI-യുടെ കാര്യം പറഞ്ഞു. നമുക്കെല്ലാം അറിയാം, ഒരു തമാശ പറയാം, സബ് ടൈറ്റിലിങ്ങിന് റീസെൻ്റ്ലി കണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് സിനിമയുടെ അപ്പം ഞാൻ എൻ്റെ കണ്ണീര് കുടിച്ച് മരിക്കുന്നു അങ്ങാണ്ട് അമ്മ പറയുന്നു, ഐ വിൽ ഡ്രിങ്ക് മൈ ടിയേഴ്സ് ആൻഡ് ഡൈ, ഇങ്ങനെയാണ് വന്നത്.
അത് കഴിഞ്ഞ് നിനക്ക് ഞാൻ എന്താണ് കല്ലിൽ നിന്നും നല്ല ചൂടുള്ള ദോശ തരാം, യു വിൽ ഗെറ്റ് ഹോട്ട് ദോശാസ് ഓഫ് ദ സ്റ്റോൺ. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ലേഷൻ, ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ കറക്റ്റായിട്ട് വന്നാൽ. ഇതൊക്കെ AI ആയിട്ട് വർക്കാണ്. അതുമാതിരി നമ്മൾ നോക്കുകയാണെങ്കിൽ AI എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ChatGPTയും എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഭാവിയിൽ ഇപ്പോൾ ബോച്ചയുടെ കാര്യമെടുക്കാം, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ബോച്ച ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ നമ്മൾ പലപ്പോഴും പത്രത്തിൽ അത് എഴുതുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പലതും അതിൻ്റെ നുവാൻസസ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വേറെ വാക്കുകൾ തപ്പിയെടുത്ത് നമ്മൾ പറയും ഇദ്ദേഹം ഉപയോഗിച്ചത്. AIക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ അത് സംശയമാണ്. അപ്പോൾ അതിൻ്റെ ആ സാറ് പറഞ്ഞ നുവാൻസസും ആ സെൻസിറ്റിവിറ്റിയും, ഇത് ജെൻഡറിനെ അല്ലെങ്കിൽ ഒരു ദളിത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ദിസ് ഇസ് ദ ലാംഗ്വേജ് ടു ബി യൂസ്ഡ്. ആസ് ഓഫ് നൗ ഇതിനൊക്കെ AIക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇപ്പം ഞാനൊരു 15 വർഷത്തിന് ശേഷമല്ല ചോദിക്കുന്നത്. ആസ് ഓഫ് നൗ എന്തായിരിക്കും AI ഇതിലൊക്കെ എങ്ങനെയായിരിക്കും? അപ്പം നമുക്കൊരു എന്തായാലും പത്രപ്രവർത്തകർ ഇല്ലാണ്ടൊരു AI പറ്റുമോ? ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു രംഗമുണ്ട്. യുവജനോത്സവത്തിൻ്റെ കോളേജിൽ നടക്കുന്ന യുവജനോത്സവമാണ്. ആ യുവജനോത്സവത്തിൽ രമണൻ നാടകം അവതരിപ്പിക്കുക. ആ നാടകത്തിൻ്റെ അവസാനം പൃഥ്വിരാജ് ചന്ദ്രികയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, എടീ നിന്നെ ഞാൻ ഒരു പണക്കാരനും വിട്ടുകൊടുക്കത്തില്ല, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാം തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിലും ഇന്നത്തെ കാലത്തും നാളത്തെ കാലത്തും നമ്മൾ പുതിയ സാങ്കേതിക വിദ്യകളെ സ്വായത്തമാക്കിയേ കഴിയുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് മുന്നിൽ നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മുന്നിൽ നടക്കണം. ഈ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞ പനച്ചിയും സരസ്വതിയും പറഞ്ഞതിനകത്തുള്ള ഇന്നത്തെ കുറവുകൾ എല്ലാവർക്കും അറിയാം. എൻ്റെ മകളൊക്കെ താമസിക്കുന്നത് അമേരിക്കയിലാണ്. അവരൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് വാൻകൂവറിൽ വന്നു. ഈ അടുത്ത സമയത്താണ് വന്നിട്ട് അവിടുന്ന് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഒന്ന് നോക്കി. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞത് ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവർ തിരുവനന്തപുരത്ത് നല്ല ബീഫ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഏതെന്ന് ചോദിച്ചു. അപ്പോൾ നൽകിയ മറുപടി, കിട്ടിയ മറുപടി തമ്പാനൂരിലെ ആര്യനിവാസ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കുറവുകളും ഉണ്ടെങ്കിൽ പോലും പുതിയ സാങ്കേതിക വിദ്യകളെയൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ പുതിയ സാങ്കേതിക വിദ്യയെ കൊണ്ടുവരേണ്ടതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കുറേ കൂടി പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ ഉണ്ടാകാൻ, മീഡിയ ഉണ്ടാകാൻ നമുക്കിത് ആവശ്യമാണ്. ഇവിടെയാണ് നേരത്തെ മോഡറേറ്റർ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ശകാരപ്പേരുണ്ട്, മാപ്ര, മാധ്യമപ്രവർത്തകൻ, മാധ്യമപ്രവർത്തക. പണ്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ വിളിച്ചിരുന്നത് സ്വലയെന്നാണ്. പനച്ചി ഞങ്ങളുമൊക്കെ പത്രപ്രവർത്തനം തുടങ്ങുന്ന സമയത്തേക്ക് നമുക്ക് കിട്ടിയ പേരാണ് സ്വലെ. ഒരു അഭിമാനത്തോടു കൂടിയിട്ടാണ്. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾ മറച്ചു വച്ചിട്ട് കള്ളം പറയുന്നവർ എന്നുള്ളൊരർത്ഥത്തിലാണ് ഈ മാപ്ര എന്ന് പറയുന്ന ഒരു വിളിപ്പേര് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പേര് നമുക്ക് മാറ്റിയിട്ട് കുറേ കൂടി ഒരു ജനസൗഹൃദമായിട്ടുള്ള മാധ്യമങ്ങളെ സൃഷ്ടിക്കുന്നതിന് നമുക്കുള്ള ചില തരത്തിലുള്ള അജണ്ടകൾ കൂടി നമുക്ക്, രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടകൾ കൂടി നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. അതിനോട് തുടർച്ചയായിട്ട് പറയണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പത്രങ്ങൾ കേരളത്തിൽ മാത്രമല്ല, നമുക്കറിയാം മനോരമയ്ക്കൊക്കെ മൾട്ടിപ്പിൾ എഡിഷനുണ്ട്. എത്ര എഡിഷനുണ്ട് സാർ ഇവിടെ? എത്ര? 16 എഡിഷൻസ് ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വായിക്കുന്ന കുറച്ച് കിലോമീറ്റേഴ്സ് അപ്പുറത്ത് പോയാൽ വായിക്കുന്ന വാർത്തയല്ല നമ്മൾ വേറെ ഒരു എഡിഷനിൽ വായിക്കുന്നത്. അപ്പം ഇപ്പോൾ ഹൈപ്പർ ലോക്കൽ ആകുക എന്നുള്ളതാണ് എല്ലാ പത്രങ്ങളുടെയും ഉദ്ദേശം. അപ്പം നമ്മൾ എന്നുവെച്ചാൽ നമ്മൾ ആൾക്കാരുടെ ലൈഫ് ടച്ച് ചെയ്യണം. അപ്പോൾ പലപ്പോഴും നമ്മൾ ആ രീതിയിലുള്ള ന്യൂസ് കൊടുക്കുന്നു. ആ രീതിയിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഇന്നത്തെ ദൈനംദിന ജീവിതം എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് പത്രങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പം അങ്ങനെ ആകുമ്പം ഹൈപ്പർ ലോക്കൽ ന്യൂസ് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും നേരത്തെ മീഡിയ അക്കാഡമി ചെയർപേഴ്സൺ പറഞ്ഞ പോലെ ഈ ഒരു രാഷ്ട്രീയ വിഷയങ്ങളും നമ്മുടെ ഡെയിലി ന്യൂസ് വി ക്യാൻ യൂസ് എന്ന് പറയുന്ന രീതിയിലുള്ള വാർത്തകളും അത് തമ്മിൽ എങ്ങനെ ഒരു ബാലൻസ് ചേരും? ബിക്കോസ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ യങ്ങർ ജനറേഷനെ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ അവർക്ക് എവിടെ കഴിക്കാൻ പോകണം, അല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് ഇന്ന് ഒരു പ്രോഗ്രാം ഉള്ളത്,
ഇതൊക്കെ അറിയണമെങ്കിലും പലപ്പോഴും നമ്മുടെ പത്രങ്ങൾ കൊടുക്കുന്നത് വളരെ ചെറുതായിട്ട് എവിടെയെങ്കിലും ഡെയിലി എൻഗേജ്മെൻറ്റ്സിനോ അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടാണ് കൊടുക്കുന്നത്. അതിനപ്പുറം അവർക്ക് അറിയണമെങ്കിൽ അവർ സോഷ്യൽ മീഡിയ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് മാറ്റിയിട്ട് ഈ ഒരു ഹൈപ്പർ ലോക്കൽ കൊടുക്കുമ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾക്കുള്ള താല്പര്യം കുറയുമോ, അതോ അതിൻ്റെ സിഗ്നിഫിക്കൻസ് കുറയുമോ? അതെങ്ങനെയാണ് ഒരു ബാലൻസ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? സരസ്വതി പറഞ്ഞതുപോലെ ഹൈപ്പർ ലോക്കലാണ് വാസ്തവത്തിൽ ഗ്ലോബലി പത്രങ്ങളുടെ വർത്തമാനകാല അജണ്ടയിൽ പ്രധാനം. നമുക്കറിയാം, നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് പത്രങ്ങളുടെ പ്രാദേശിക പേജുകൾ, ഈ പ്രാദേശിക പേജുകൾക്ക് ഒരുപക്ഷെ നമുക്കിവിടെ ടി വി വന്നു, പിന്നീട് പല പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വന്നു. ഇതൊക്കെ വന്നിട്ടും ഏറ്റവും അധികം ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ അവർ താല്പര്യപൂർവ്വം വായിക്കുന്ന വാർത്തകൾ ഈ പറയുന്ന ഹൈപ്പർ ലോക്കൽ എന്ന് പറയുന്ന വളരെ ചെറിയ ഏരിയയിൽ മാത്രം ബാധകമായ പ്രാദേശിക വാർത്തകളാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളിപ്പോൾ ദൈനംദിനാടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത് തന്നെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു വാർഡിലുണ്ടാകുന്ന ഒരു സംഭവ വികാസം തന്നെ അവിടെ ഒരാളുടെ പേര് ആ വാർത്തയിൽ വരുമ്പോൾ ഒരാളുടെ ഇനിഷ്യൽ തെറ്റിപ്പോയാൽ നമുക്കൊരു ദിവസം കിട്ടുന്ന കോളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം ആ ലൊക്കാലിറ്റിയിലെ ആ പ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ പേര് അറിയുന്ന കുറേ ആളുകളുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, അദ്ദേഹത്തെ അറിയുന്നവർക്കും. അതേസമയം നമുക്കറിയാം, ഇപ്പോൾ ഡൽഹി രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പം നിർഭാഗ്യവശാൽ, തെറ്റാൻ പാടില്ല, നിർഭാഗ്യവശാൽ അവിടെ ഇപ്പോൾ നമ്മുടെ ഡൽഹി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് തെറ്റിപ്പോയാലും നമ്മുടെ വായനക്കാർ നമ്മളോട് പ്രതികരിക്കുന്നേ ഇല്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട കൺസേൺ ഈ ഹൈപ്പർ ലോക്കൽ കാര്യത്തിലുള്ള അവരുമായി നേരിട്ട് സംവദിക്കുന്ന വാർത്തകൾ. വാസ്തവത്തിൽ ഈ സോഷ്യൽ മീഡിയയും മറ്റ് പ്ലാറ്റ്ഫോംസൊക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ മാറ്റം, പത്രങ്ങളൊക്കെ ഈ ഹൈപ്പർ ലോക്കൽ ഒരു തലത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതെന്ന് നമുക്ക് എല്ലാ ദിവസവും അനുഭവത്തിലൂടെ നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ പറയണം. പത്രത്തിൻ്റെ ആയുസ് വിലയിരുത്തുന്നതിലുപരിയായി നമുക്ക് ഈ എല്ലാ പ്ലാറ്റ്ഫോംസും കൺവേർജ് ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് വാസ്തവത്തിൽ ലോകത്ത് പുതിയതായി എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വേണേൽ പറയാം. പ്രത്യേകിച്ചും ഏറ്റവും അധികം ഈ ഒരു കൺവേർജൻസ് നടപ്പാക്കിയിട്ടുള്ളത് നമ്മുടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണെന്ന് പക്ഷേ നമുക്കൊക്കെ അറിയാം. അവിടെ നമ്മൾ പോയാൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെ സ്വഭാവം തന്നെ വളരെ വളരെ വ്യത്യസ്തമാണ്. അവിടെ നമ്മളൊരു പത്ര ഓഫീസിൽ പോയാൽ ഒരു ഫ്ലോറിലെ എല്ലാ മാധ്യമങ്ങളും അവിടെ കൺവേർ ചെയ്യുന്നു എന്ന് പറയാം. ഒരു റിപ്പോർട്ടറെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ ഒരാൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു റിപ്പോർട്ടർ, ഒരു ലേഖകൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടാൽ അത് അദ്ദേഹം ഒരു യുദ്ധം നടത്താൻ പോകുന്ന ഒരാളെ പോലെയാണെന്ന് വേണമെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ, റിപ്പോർട്ടറുടെ കയ്യിൽ ക്യാമറ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് വേറെ ഉണ്ടാവും. അദ്ദേഹം അങ്ങനെ വളരെ സർവ്വസജ്ജരായാണ് അവർ പോകുന്നത്. പോയിട്ട് വന്നാൽ ആദ്യം അവർക്കൊരു പ്രയോറിറ്റി ഉണ്ടാവും. ഈ റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്ന് നമ്മൾ പറയുന്ന വാർത്ത അല്ലെങ്കിൽ വിഷ്വല് ആദ്യം ഏത് പ്ലാറ്റ്ഫോമിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വേണം, ഓൺലൈൻ ഇങ്ങനെ 24 മണിക്കൂറും നടന്നു പോകുന്ന ഈ ഓൺലൈനിലേക്ക് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ടി വിക്ക് പറ്റിയ തരത്തിൽ ആ സ്റ്റോറി, ആ റിപ്പോർട്ട് മാറ്റി എഴുതണം, വിഷ്വൽസ് റെഡിയാക്കണം. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വൈകുന്നേരം തയ്യാറാക്കുന്ന പത്രത്തിനു വേണ്ടി വേറെ ഒരു ഫോമാറ്റിലാണ് ഈ വാർത്തയും ചിത്രങ്ങളും ഒക്കെ ഒരുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി കണ്ടുവന്ന രീതിയിലുള്ളൊരു വാർത്ത അവിടെ വേണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഓൺലൈനിൽ വന്നു, ടി വിയിൽ വന്നു, അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞാലും, ഈ പറയുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം കഴിഞ്ഞാലും നാളെ രാവിലെ 6 മണിക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന, വായനക്കാരുടെ കയ്യിൽ കിട്ടുന്ന പത്രത്തിലേക്ക് പിന്നെ എന്താണ് പുതിയത് എന്നുള്ളതാണ് ഒരു വലിയ ചലഞ്ച്. അതിനുവേണ്ടി അവരെ ഈ കണ്ടൻറ്റ് മുഴുവൻ റീസൈസ് ചെയ്യുകയാണ്, വേറൊരു രൂപത്തിലാക്കുകയാണ്. അതിൻ്റെ രീതികൾ മാറുന്നു, അവതരണം മാറുന്നു. പിന്നെ നമുക്കറിയാം
ഇപ്പോൾ ഗ്ലോബലി തന്നെ നമുക്കറിയാം ഈ പ്രിൻറ്റിൻ്റെ ആയുഷിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് പോലും എഴുത്തിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റിയെ പറ്റിയുള്ള ചർച്ചകൾ സമാന്തരമായിട്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ നടക്കുകയാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഡിജിറ്റലായിട്ട് നമ്മൾ പെട്ടെന്ന് സ്റ്റോറി അയച്ചു, അല്ലെങ്കിൽ ടി വിയിൽ വിഷ്വൽസ് അയച്ചു. ഇതെല്ലാം കഴിഞ്ഞാലും നമ്മളൊരു സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ട് വന്ന ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞ ആ റിപ്പോർട്ട് ആസച്ച് കൊടുക്കുകയല്ല, അവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ ഒരു ഫസ്റ്റ് പേഴ്സണിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതിനാ നമ്മൾ വിഷ്വൽ റൈറ്റിംഗ് വേണം. അതായത് ഇത് കാണുമ്പോൾ വായനക്കാരന് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക തരത്തിലുള്ള ദൃശ്യശേഷിയുള്ള ദൃശ്യശക്തിയുള്ള ഒരു എഴുത്ത് വേണം. ആ എഴുത്ത് ഇപ്പോൾ എല്ലാവരും പറയും, നമുക്കറിയാം, നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഇക്കോണമിസ്റ്റ് എന്നൊരു മാഗസിനുണ്ട്. ഇക്കോണമിസ്റ്റ് പൊതുവേ പറഞ്ഞാൽ വളരെ അൺഇംപ്രസീവായ ഒരു മാഗസിനാണ്. കാരണം ലേഔട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല, നല്ല കളർഫുള്ളായ ചിത്രങ്ങളില്ല, അങ്ങനെയൊക്കെയുള്ള. പക്ഷേ ഇപ്പോഴും അത് സർവൈവ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അത് അവതരിപ്പിക്കുന്ന രീതി. ഇപ്പം ചൈനയിലെ ഒരു പ്രത്യേക സ്ഥലത്തെ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കോവിഡ് വന്നത് ചൈന എന്നാണല്ലോ പറയുക. അപ്പം ആ കോവിഡ് ആദ്യമായി ബാധിച്ച ആ പ്രദേശത്തെ പറ്റി അവിടെ ആ ഒരു ടൗൺ ഈ കോവിഡിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് നമുക്കൊരു മെസ്സേജ് കൊണ്ട്, ഡിജിറ്റൽ മീഡിയയിൽ ഇടുന്ന ഒരു മെസ്സേജ് കൊണ്ട്, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഒരു കമൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ടി വിയിൽ നമ്മൾ 2-3 വിഷ്വൽസ് കൊണ്ട് നമുക്ക് അവതരിപ്പിക്കാൻ വയ്യ. അത് അവിടെ പോകുന്ന ഒരാളിന് ആ പട്ടണം എങ്ങനെയാണെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പതിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പതിഞ്ഞ ആ പട്ടണത്തെ വിത്ത് ഓൾ ദ ഡീറ്റെയിൽസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളും ഒക്കെ കൂടെ ചേർത്ത് അദ്ദേഹം എഴുതുമ്പോൾ അത് ഒരു വിഷ്വൽ റൈറ്റിംഗ് ആയി. അപ്പോൾ നമ്മൾ ഈ ചൈനയിലെ പട്ടണത്തെ പറ്റി എഴുതുന്നത് നമ്മൾ തിരുവനന്തപുരത്തിരുന്ന് വായിക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് നമ്മൾ ആ ലേഖകൻ്റെ കൂടെ നമ്മൾ ആ പട്ടണത്തിൻ്റെ ഇടവഴികളിലൂടെ, ആ വീടുകൾക്ക് മുമ്പിലൂടെ, അല്ലെങ്കിൽ അടഞ്ഞുപോയ മാർക്കറ്റിന് മുമ്പിലൂടെ നമ്മൾ നടക്കുകയാണ്. നമുക്ക് ആ ഫീല് കിട്ടുന്നു. ആ ഫീല് കിട്ടുന്നത് ഓൺലി ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് റൈറ്റിംഗ്. അതിന് നമ്മൾ ഇപ്പോൾ നമ്മുടെ മീഡിയ സർക്കിൾസിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് വിഷ്വൽ റൈറ്റിംഗ്. നമ്മൾ എങ്ങനെ ദൃശ്യാത്മകമായി നമ്മൾക്ക് കഥ പറയാൻ കഴിയും. കഥ എന്ന് പറയുന്നത് നമ്മുടെ ചെറുകഥ എന്ന അർത്ഥത്തിലല്ല, സ്റ്റോറി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. സ്റ്റോറി എഴുതാൻ കഴിയും. അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളിപ്പോൾ ആ ചൈനയിലെ ആ പട്ടണത്തിൽ ഒരു ദിവസം മുഴുവൻ ഈ ലേഖകൻ്റെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു തോന്നുന്ന തരത്തിലുള്ള എഴുത്ത്. അപ്പോൾ നമ്മുടെ ഈ മരണാസന്നമായ അച്ചടി മാധ്യമത്തെ പറ്റി പറയുമ്പോൾ പോലും നമ്മൾ ഈ എഴുത്തിൽ, ഭാഷയിൽ, എഴുത്ത് രീതിയിൽ, അത് അവതരിപ്പിക്കുന്ന രീതിയിലൊക്കെ വരുന്ന ഈ മാറ്റങ്ങൾ, മുമ്പ് പറഞ്ഞ വിഷ്വൽ റൈറ്റിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ ഓരോന്നിനെയും, അപ്പോൾ അതൊക്കെ ഇതിനിടയ്ക്ക് മാറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രിൻ്റ് നേരത്തെ പറഞ്ഞ കൺവേർജൻസ് ആണ് ഇപ്പോൾ നമുക്ക് സാധ്യമായ ഒരു കാര്യം. മുമ്പ് പറഞ്ഞ മാതിരി സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെ കാര്യം പറഞ്ഞതുപോലെയും, നമ്മൾ ചൈനയിലെ ഉദാഹരണം പറഞ്ഞതുപോലെയും. അപ്പോൾ നമുക്കൊരു പക്ഷേ ടി വിയിൽ നമ്മൾ ആ ടൗണിൻ്റെ അടഞ്ഞു കിടക്കുന്ന ഷോപ്സൊക്കെ നമ്മൾ കാണുമായിരിക്കും. പക്ഷേ ആ ഫീലിംഗ് നമുക്ക് നമ്മുടെ വായനക്കാരന് ആ ഫീല് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ AI വന്നാൽ പോലും, AI സമ്പൂർണ്ണമായി വന്നാൽ പോലും ആ ഫീല് കൺവേ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ റൈറ്റിംഗ് മാത്രമേ അതിനൊരു വഴിയായിട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് പറയാം. ഇതൊന്ന് മാറ്റി ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ആയസ് എന്ന് പറയുമ്പോൾ പ്രിൻറ്റ് മീഡിയയുടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു യങ് ജനറേഷനെ നമ്മൾ ആകർഷിക്കണം. ഈ ഒരു കൺവേർജൻസ് നടന്നാൽ പോലും നമ്മുടെ പത്രം എടുക്കണമല്ലോ, ആരെങ്കിലും പത്രം വായിക്കണം, പത്രം വാങ്ങണം. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ, സാറ് പറഞ്ഞ പോലെ വിഷ്വൽ ലാംഗ്വേജിൽ എന്ത് തരം മാറ്റങ്ങൾ വരുത്താം. ഞങ്ങൾക്ക് തന്നെ, ഞങ്ങൾ ഹിന്ദുവിൽ പണ്ടൊക്കെ ഡെസ്കിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെല്ലാം വളരെ ഷോർട്ടാണ്. 1 hell for eve teasing എന്ന് പറയുമായിരുന്നു എല്ലാവരും, ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും. ടിൽ അവർ എഡിറ്റർ ടോൾഡ് us ഈവ് ടീസിംഗ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു വളരെ ലാഘവത്തരം, നമ്മൾ അതിനെ ട്രിവ്യലൈസ് ചെയ്യാണ്. 1 hell for harassment എന്ന് തന്നെ പറയണം. അങ്ങനെ ഭാഷയിൽ വരുന്ന മാറ്റങ്ങൾ, ബിക്കോസ് ഇനി ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ അവെയറാണ്, അവർക്ക് അവരുടെ റൈറ്റ്സിനെ പറ്റി അറിയാം.
അവർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അവരുടെ മോറൽ ഓബ്ലിഗേഷൻസ് വേറെയാണ്. ദ വേ ദേ സീ ദ വേൾഡ് ഇസ് ഡിഫറെൻറ്റ്. അപ്പം നമ്മൾ നമ്മുടെ ഭാഷയിൽ വരുന്ന മാറ്റങ്ങൾ, മലയാള പത്രങ്ങൾ പലതും ഇപ്പോഴും ആ ഒരു പഴയ ജാതിയുള്ള റൈറ്റിംഗ് ആണ് ചില പത്രങ്ങളിലെങ്ങാനും നമ്മൾ കാണുന്നത്. അപ്പോൾ സാറ് പറയുന്ന വിഷ്വൽ ലാംഗ്വേജും എല്ലാത്തരം മാറ്റങ്ങളും, ഒരു ജെൻഡർ സെൻസിറ്റിവൈസേഷൻ, യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ രീതിയിലുള്ള, എന്ന് വെച്ചാൽ ഇവിടെ മൃണാൾ പാണ്ഡെ എന്ന് പറഞ്ഞൊരു വെറ്ററൻ ഹിന്ദി ജേർണലിസ്റ്റ് ഉണ്ട്. അവരൊരു സ്റ്റഡി നടത്തി. അവർ പറഞ്ഞു ഇപ്പോഴും സ്ത്രീകളുടെ ന്യൂസ് പേപ്പർ വായിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ സ്ത്രീകളെ നമ്മൾ അട്രാക്ട് ചെയ്യണം. ഹിന്ദിയുടെ കാര്യമാണ് അവർ പറയുന്നത്. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ് നമ്മൾ പത്രങ്ങളിൽ കൊണ്ടുവരണം. റീജിയണൽ മീഡിയയിൽ ഹിന്ദി മീഡിയത്തിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. ഹിന്ദി മീഡിയയുടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വായിക്കാൻ താല്പര്യമുള്ള ന്യൂസ് ആയിരിക്കണം. അവരുടെ അടുത്ത് അത് അഡ്രസ്സ് ചെയ്യണം. അതൊക്കെ നമ്മൾ മലയാളത്തിൽ പണ്ടേ നമ്മൾ മനോരമ പോലത്തെ പത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, എത്രത്തോളം അവർ വിമൻ ഓറിയൻറ്റഡ് ന്യൂസ് കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ ഭാഷയിൽ എത്രത്തോളം മാറ്റം വരുത്താനുണ്ട്. ഇതിപ്പോൾ പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വളരെ ഭാഷ ഉപയോഗിക്കുന്ന രീതിയും എങ്ങനെ സ്ത്രീകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നു, ഇതിനോടൊക്കെ ഒരുപാട്, അല്ലെങ്കിൽ അതിജീവിത എന്ന് മാറ്റി സർവൈവർ എന്ന് മാറ്റിയിട്ട് വിക്ടിം എന്ന് മാറ്റി അതിജീവിത എന്നാക്കി. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രിൻറ്റ് മീഡിയയുടെ സർവൈവലിനും ഒരു യങ്ങർ ജനറേഷനെ ഈ അച്ചട മാധ്യമത്തിൽ നമുക്ക് അട്രാക്ട് ചെയ്യണമെങ്കിലും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരു സ്ത്രീ സൗഹൃദ മാധ്യമ നയവും മാധ്യമങ്ങളും ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഈ കാര്യങ്ങളിൽ നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് നേരത്തെ പനച്ച് പറഞ്ഞതുപോലെ പനച്ചിടെ ഇവിടെ നേരത്തെ നടത്തിയിട്ടുള്ള വർത്തമാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു മീഡിയ ക്ലാസ് പോലെയായിരുന്നു. എങ്ങനെയാണ് പുതിയ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ തന്നെ അനുബന്ധമായിട്ട് ഒരുപക്ഷെ നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, മനോരമയ്ക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മനോരമ പത്രം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ കൊടുക്കുന്ന ഒരു പത്രമായിരിക്കത്തില്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ വീട്ടിൽ കൊടുക്കുക. അതുപോലെ ഓരോ വായനക്കാരൻ്റെയും താല്പര്യമനുസരിച്ച് പത്രങ്ങൾ എത്തുന്ന ഒരു തരത്തിലേക്ക് നാളെ പത്രങ്ങൾ മാറുമെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ രാഷ്ട്രീയ നിലപാടുകളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പത്രങ്ങൾക്ക് അങ്ങനെ മാറാൻ പറ്റത്തില്ല. പക്ഷേ മറ്റ് പത്രങ്ങൾക്ക് ഈ രീതിയിലേക്കുള്ളൊരു മാറ്റം ഉണ്ടാകും. ഇപ്പോൾ 24-ൽ ശ്രീകണ്ഠൻ നായർ ഇരുന്നിട്ട് ഒരു ദിവസം പിന്നെ മോഡിക്കെതിരായിട്ട് മോഡിക്കെതിരായിട്ട് സംസാരിക്കത്തില്ല, പിണറായി വിജയനെതിരായിട്ട് സംസാരിച്ചു എന്ന് വരട്ടെ. പക്ഷേ അത് പിണറായിയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ വീട്ടിലാണെങ്കിൽ അത് കാണത്തില്ല. അത് രമേശ് ചെന്നിത്തലയ്ക്കും വി.ഡി. സതീശനും എതിരായിട്ടുള്ളൊരു വർത്തമാനമാവും. ഈ രീതിയിലേക്ക് നമ്മുടെ സാങ്കേതിക വളർച്ച യഥാർത്ഥത്തിൽ നാളെ മാറാൻ പോവുകയാണ്. ഇതിൽ നിന്നും മാധ്യമങ്ങൾക്ക് മാറി നിൽക്കാനേ കഴിയുകയില്ല. ഈ അവസരത്തിൽ ഈ സരസ്വതി ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഷയിൽ ഏതൊക്കെ തരത്തിലുള്ള ഒരു പുതുക്കിപ്പണിയൽ വേണം, സൗഹൃദപരമാകണം, ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ചർച്ചകളെല്ലാം പലതരത്തിൽ നടന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിഗമനങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് ഇന്ന് ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മാധ്യമങ്ങളുടെ അന്തസ്സ് വളർത്തുക എന്നുള്ളതാണ്. ഗിബ്രയേൽ മാർക്കേസ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ നോബൽ സമ്മാനത്തിൻ്റെ പേരിലൊന്നും അറിയപ്പെടാനല്ല ആഗ്രഹിക്കുന്നത്, ഞാനൊരു ജേർണലിസ്റ്റായി അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ സമീപ ദിവസം അന്തരിച്ച 35 വർഷം മാധ്യമപ്രവർത്തകനായിരുന്ന പത്രാധിപരായിരുന്ന സബ് എഡിറ്ററായിരുന്ന M.T. വാസുദേവൻ നായരും പറഞ്ഞു. അദ്ദേഹം വിദേശയാത്രയൊക്കെ നടത്തുമ്പോഴത്തേക്ക് അടുത്തിരിക്കുന്ന മദാമ ചോദിക്കും, നിങ്ങൾ ആരാണ്? ഐ ആം എ റൈറ്റർ എന്ന് പറയാനല്ല, ഐ ആം എ ജേർണലിസ്റ്റ് എന്ന് പറയാനാണ് ഞാൻ തുനിഞ്ഞിട്ടുള്ളത് എന്നാണ് M.T. പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ മാധ്യമം ആ അന്തസ്സ് നമുക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിലും വളർത്തണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചില തരത്തിലുള്ള പരിവർത്തനങ്ങൾ, ചില പുതുക്കിപ്പണിയലുകൾ ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാധ്യമപ്രവർത്തകർ ഇന്ത്യയിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഗോഡ്സെയുടെ വീട്ടിലേക്ക് ഗാന്ധിയുടെ വീട്ടിൽ നിന്നും താമസം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ വർഗീയതയ്ക്ക് അടിപ്പെട്ടുകൊണ്ട് വർഗീയതയുടെ പത്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നഷ്ടപ്പെടുന്നത് ഒരു സെക്കുലർ ജേർണലിസമാണ്.
ഇന്ത്യയിലുണ്ടാകുന്ന ഈ സെക്യുലർ ജേർണലിസത്തിൻ്റെ തകർച്ച കേരളത്തിലെ മാധ്യമങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതിനെ ഒരു പരിധിവരെ യഥാർത്ഥത്തിൽ പിടിച്ചു നിർത്തുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ മാധ്യമങ്ങൾ ശക്തിപ്പെട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇത്തരത്തിൽ ഈ വർഗീയതയ്ക്ക് അടിപ്പെട്ടുകൊണ്ട് മറ്റ് മാധ്യമങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പിടിവള്ളിയായിട്ട്, ഒരു പ്രതിരോധമായിട്ട് കൂടി ഇത്തരത്തിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ സെക്യുലർ ജേർണലിസത്തെ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ അച്ചടി മാധ്യമങ്ങളുടെ ആയുസ് നമുക്ക് നീട്ടിക്കൊണ്ടു പോകാം എന്നാണ് പറയാനുള്ളത്. സാറിന് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങിയാൽ ഇപ്പം നമ്മുടെ ഈ ഭാഷ പുതുക്കിപ്പണിയുന്നതിനെ പറ്റിയുള്ള ചർച്ചയിലേക്ക് വന്നാൽ, വാസ്തവത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി ഷൗട്ട് ചെയ്യാതെ തന്നെ ഓവർ ദി ഇയേഴ്സ് നമ്മൾ അങ്ങനെ ഒരു പുതുക്കിപ്പണിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ തന്നെ സട്ടിലായിട്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ഒരു ഓവർനൈറ്റ് ഒരു ദിവസം നാളെ മുതൽ നമ്മൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, ഇത്തരം നമ്മുടെ പ്രയോഗങ്ങളെല്ലാം മാറ്റുന്നു, അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടല്ല, അത് ഗ്രാജുവലായിട്ടൊരു മാറ്റം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു പദം സ്ത്രീ സൗഹൃദ സമീപനം എന്നൊരു വാക്ക്, വാസ്തവത്തിൽ ഈ സമീപനത്തിൽ വ്യത്യാസമുണ്ട് എന്ന് ആ ഒരു വ്യതിരിക്തത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ് സ്ത്രീ സൗഹൃദം എന്നുള്ള വാക്കുണ്ടായത്, വാക്ക് നിലനിൽക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ സൊസൈറ്റിയോട് നമ്മൾ തുല്യമായ ഒരു പരിഗണനയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സ്ത്രീ സൗഹൃദം എന്നൊരു വാക്ക് ആവശ്യമില്ല. ഉണ്ടോ? ഒരു പക്ഷേ 10-20 വർഷം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ സ്ത്രീ സൗഹൃദം എന്നൊരു വാക്ക് കണ്ടാൽ അത്ഭുതപ്പെടും. വാട്ട് ഈസ് റോങ് വിത്ത് ദം വൺ? എന്താണ് കുഴപ്പം? സ്ത്രീ സൗഹൃദം, സ്ത്രീക്ക് മാത്രമായി ഒരു സൗഹൃദം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് മനുഷ്യ സൗഹൃദം മാത്രം മതിയെന്ന് വെച്ചാൽ എസെൻഷ്യൽ ഹ്യൂമൻ വാല്യൂസിനോടുള്ള ആ സമീപനമായി മാറും. അപ്പോൾ നമുക്ക് സ്ത്രീ സൗഹൃദം എന്നുള്ള വാക്കിലൊരു വലിയ അപകടമുണ്ട്, ഇല്ലേ? നമ്മൾ സ്ത്രീ സൗഹൃദം എന്ന് പറയുമ്പം കേൾക്കാൻ സുഖമുള്ളതാണെങ്കിലും അതിൻ്റെ അർത്ഥം നമ്മുടെ സമൂഹം ഈ കാലം അത്രയും സ്ത്രീ സൗഹൃദമായിരുന്നില്ല എന്നൊരു കുറ്റസമ്മതമാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീ സൗഹൃദം എന്ന് പറയേണ്ടി വരുന്നത്. അല്ല സാർ, അത് ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന് പറയാം. അതിൽ പുരുഷനും സ്ത്രീയും വരുന്നുണ്ട്, ട്രാൻസ്ജെൻഡറും വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഈ ജെൻഡർ നമ്മൾ രണ്ടായി കാണുന്ന, രണ്ടിലേറെ എന്ന് പറയാം, കാണുന്ന അവസ്ഥ മാറുന്ന ഒരു സ്ഥിതി വരും. ഒരുപക്ഷെ ആ ഒരു കാലം നമുക്ക് ഈ പറയുന്ന ഈ ഒരു ടെക്നോളജിയുടെ ഒരു വികാസത്തിനൊപ്പം അങ്ങനെ ഒരു മാറ്റം കൂടെ നമ്മൾ കാണണമെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഒരു 10-20 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന ഒരാൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പുതിയ ജനറേഷൻസ് ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ സൊസൈറ്റിയെ ഒരുപോലെ, സ്ത്രീയെയും പുരുഷനെയും ട്രാൻസ്ജെൻഡറിനെയും ഒക്കെ ഒരുപോലെ കാണുന്ന ഒരു സൊസൈറ്റി രൂപപ്പെട്ടു വരുമ്പോൾ നമ്മുടെ ഈ വാക്കുകളിൽ വളരെ പ്രകടമായ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ഇപ്പം ശ്രീ ബാബു പറഞ്ഞതുപോലെ അല്ലാതെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഈ പത്രങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച്, നമുക്കറിയാമല്ലോ, ഒരു 30 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ പലതും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അല്ലെങ്കിൽ അപ്പം വേറൊരു അതിൻ്റെ ഈ വാക്കുകളുടെ ഇവല്യൂഷനെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ബലാത്സംഗം എന്നൊരു വാക്ക് പത്രത്തിൽ ഉപയോഗിക്കരുതെന്നായിരുന്നു ഞങ്ങളുടെ പത്രത്തിലൊക്കെയുള്ള ആദ്യത്തെ വിചാരം. കാരണം അങ്ങനെ നമ്മൾ അത് കുട്ടികളൊക്കെ ചോദിക്കും, എന്താണ് ബലാത്സംഗം? അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് മയപ്പെടുത്തിയാണ് മാനഭംഗപ്പെടുത്തുക എന്നൊരു വാക്ക് ഉപയോഗിച്ചു തുടങ്ങി. പക്ഷേ പിൽക്കാലത്ത് വീണ്ടും അതിന് മാറ്റം വന്നു. അപ്പോൾ സ്ത്രീകൾ ചോദിക്കാൻ തുടങ്ങി, മാനഭംഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആരുടെ മാനമാണ് പോയത്? അപ്പോൾ പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അട്രോസിറ്റി ഉണ്ടായാൽ സ്ത്രീയുടെ മാനം പോകുമോ? അപ്പോൾ മാനം യഥാർത്ഥത്തിൽ പോകുന്നത് ഈ അട്രോസിറ്റി നടപ്പാക്കിയ പുരുഷൻ്റെ അല്ലേ എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ തിങ്കിങ്ങിലൊരു മാറ്റം ഗ്രാജുവലി വന്നു. ബലാത്സംഗം എന്ന് തന്നെ പറയണം, അതൊരു അട്രോസിറ്റിയാണ് എന്ന് ഉള്ള കാഴ്ചപ്പാടിലേക്ക് വന്നു. അത് നമ്മുടെ സൊസൈറ്റിയുടെ ഈ സമീപനങ്ങളിലുള്ള അതിൻ്റെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ചിട്ട്
നമ്മൾ ഈവൻ വാക്കുകളോട് പോലുമുള്ള നമ്മുടെ സമീപനത്തിൽ നമ്മൾ പത്രങ്ങളിൽ മാറ്റം വരുന്നു. പക്ഷേ ഇതൊന്നും വളരെ പ്രകടമായി ഞങ്ങൾ നാളെ മുതൽ ഈ വാക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, ഇത് സട്ടിലായിട്ട് ഗ്രാജുവലായിട്ട് ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് തുടർന്നുകൊണ്ടിരിക്കും. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയും ഒക്കെ വന്നതുകൊണ്ടുള്ള അതുകൊണ്ട് ഇതിൻ്റെ പേസ് ഒന്ന് കൂടും. ഈ വാക്കുകളെ നമ്മൾ പുനർനിർവചിക്കുക, അല്ലെങ്കിൽ ഈ വാക്കുകളെ, ഭാഷയെ തന്നെ അഴിച്ചു പണിയുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വേഗം വർദ്ധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കാലത്ത്. അതാണ് ടെക്നോളജി കൊണ്ടുവന്ന മാറ്റങ്ങളുടെ ഒരു സൈഡ് ഇഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ബാബുവിന് ലാസ്റ്റ് കൺക്ലൂഡിങ് ലൈൻസ്. അല്ല, ഇതിൽ പനച്ച് പറഞ്ഞത് വാക്കുകളുടെ രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ വാക്കുകളുടെ രാഷ്ട്രീയം ഏറ്റവും സൂക്ഷ്മതയോടുകൂടിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അത് വാക്കുകളിൽ മാത്രമല്ല, സമീപനത്തിലും അത് പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ പരച്ചു പറഞ്ഞതുപോലെ ഈ സ്ത്രീ സൗഹൃദമായിട്ടുള്ളൊരു മാധ്യമം, ആ സ്ത്രീ സൗഹൃദം എന്ന് പറയുന്ന വാക്ക് നാളെ എങ്ങനെ അതിനോട് സമീപിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ മാധ്യമങ്ങളെ നമ്മൾ സമ്മതിക്കണം കേട്ടോ, നമ്മുടെ അച്ചടി മാധ്യമങ്ങളെയും ടി വിക്കാരെയൊക്കെ സമ്മതിക്കണം. ഈ ബോബി ഈ ചാനലുകൾക്കും പത്രങ്ങൾക്കുമൊക്കെ എത്ര പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ബോബി ചെമ്മണ്ണൂരൊന്ന് വീണപ്പോഴത്തേക്ക് ഒരു ചവിട്ടും കൂടി കൊടുക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ എവിടെ നിൽക്കണം എന്നുള്ളത് മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. പക്ഷേ നമ്മുടെ അച്ചടി മാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കുമെല്ലാം പലപ്പോഴും ഈ വാക്കുകളുടെ രാഷ്ട്രീയം ഉപയോഗിക്കുന്നതിനകത്ത് വലിയ പിഴവ് പറ്റിയിട്ടുണ്ട്. ഈ പിന്നെ പനച്ചയൊക്കെ തന്നെ ഹോർത്യൂസ് ഇത്തവണ നടന്നപ്പോഴത്തേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിച്ച ഒരാൾ NS മാധവനാണ്. NS മാധവൻ്റെ കഥയുടെ പേര് തിരുത്താണ്. ആ തിരുത്ത് വരുന്നത് എങ്ങനെയാണ്? ബാബർജി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിലെ 2 പത്രങ്ങൾ മാത്രമാണ് പള്ളി പൊളിച്ചു എന്നെഴുതുന്നത്, ഹെഡിങ് ശീർഷകം കൊടുക്കുന്നത്. മറ്റ് പത്രങ്ങളെല്ലാം തർക്കമന്ദിരം വീണു, വിവാദമന്ദിരം തകർത്തു എന്നൊക്കെയാണ്. ഈ രണ്ടാമത് കൊടുത്തിട്ടുള്ള ഹെഡിങ് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു തർക്കമന്ദിരം നിലനിൽക്കാൻ അർഹതയുള്ളതല്ല, അത് പൊളിക്കേണ്ടതാണ് എന്നുള്ള ഒരു ധ്വനിയാണ് അതുവഴി നൽകുന്നത്. ഇങ്ങനെ വാക്കുകളുടെ രാഷ്ട്രീയം നമ്മൾ യഥാർത്ഥത്തിൽ കൂടുതൽ സവിശേഷതയോട്ട് നോക്കേണ്ടതാണ്. എന്തെങ്കിലും ലാസ്റ്റ് കൺക്ലൂഡിങ് ലൈൻസ്? നമ്മുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ ഈ ഒരു കാര്യം കൂടെ പറയണം. ഈ പത്രങ്ങളിൽ ഭാഷയുടെ കാര്യത്തിലുള്ള ഈ അഴിച്ചുപണി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പത്രങ്ങളുടെ രൂപകൽപ്പനയിലുണ്ടായ അഴിച്ചുപണി. കാരണം ഇപ്പോൾ നമ്മുടെ ഈ മുമ്പ് പറഞ്ഞ ഗ്ലോബൽ ഫോറങ്ങളിലൊക്കെ നമ്മൾ വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കാണുന്നത് പോലെ പണ്ട് നമ്മൾ കണ്ട പോലെ ടി വിയോ ഓൺലൈൻ വിഷ്വലാണോ എന്നുള്ളത് ഇപ്പോഴും തർക്ക വിഷയമാണ്. കാരണം അത് ഒരേ സമയം വിഷ്വലുമാണ് വെർബലുമാണ്. അപ്പോൾ വാസ്തവത്തിൽ പത്രങ്ങൾ തന്നെ വിഷ്വൽ മീഡിയ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ പുതിയ ജനറേഷൻ ഒരുപക്ഷെ നമ്മൾ ഈ എഴുതുന്ന എല്ലാ സ്റ്റോറികളും എല്ലാ വാർത്തകളും എല്ലാ ഫീച്ചറുകളും ഒന്നും വായിക്കുന്നുണ്ടാവില്ല. പക്ഷേ പത്രത്തിൻ്റെ ഒരു ലേഔട്ട് കൊണ്ട് അതിൻ്റെ രൂപകൽപ്പനയിലുള്ള സവിശേഷത കൊണ്ട് പത്രങ്ങളെ എടുത്തു നോക്കാനും ആ വിഷ്വൽസാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചിത്രം എങ്ങനെ അവതരിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ കണ്ടു കാണും പത്രങ്ങളുടെയൊക്കെ 1-ാം പേജിൻ്റെ ഒരു 30 വർഷം മുമ്പ് 20 വർഷം മുമ്പ് 10 വർഷം മുമ്പൊക്കെയുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് നോക്കിയാൽ നമുക്കറിയാം പത്രങ്ങളുടെ ലേഔട്ടിൽ ഡിസൈനൊക്കെ വളരെ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പത്രം എടുത്തു നോക്കിയാൽ ദാറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ കൂടെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പ്രിൻ്റ് എന്ന് പറയുന്നത് തന്നെ പ്രിൻ്റ് ഓൾസോ ഈസ് വിഷ്വൽ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. നമുക്കൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ശ്രീ രാജഗോപാൽ ഇവിടെ ഇല്ലാതെ പോയല്ലോ. അപ്പോൾ അദ്ദേഹം കൽക്കട്ടയിലെ ടെലിഗ്രാഫ് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന 2 പേർക്കും അറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാം, അദ്ദേഹം
തലക്കെട്ടുകൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പത്രപ്രവർത്തനം നടപ്പാക്കിക്കൊണ്ടിരുന്നത് എന്ന് തന്നെയല്ല. ഒരു ദിവസം നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യങ്ങളിൽ പ്രധാനമന്ത്രി പെട്ടെന്നൊരു നയമാറ്റം പോലെ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളൊക്കെ അത് നമ്മുടെ ഫയലിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഓർക്കുന്നുണ്ടാവും, 8 കോളമാണല്ലോ പത്രത്തിനുള്ളത്. 8 കോളത്തിലെ ഒരു മുതലയുടെ പടം, ഒരു മുതലയുടെ പടം. ഇത് ഈ പ്രസ്താവന നടത്തിയ ആളുടെ പടമൊന്നുമല്ല. 8 കോളത്തിൽ ഒരു മുതല. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒരു മുതലക്കണ്ണീരായിരുന്നു, ആണ്. അതിനകത്ത് മുതലക്കണ്ണീരാണെന്ന് പറയുന്നില്ല. പക്ഷേ ഈ പ്രസ്താവനയുടെ മുകളിൽ നമ്മൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മുതലയാണ്. ദാറ്റ്സ് വൺ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് തിങ്സ്, അല്ലേ? അത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പത്രത്തിൽ അങ്ങനെ ചെയ്യണോ, അതിൻ്റെ മറ്റ് ഡയമെൻഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ പത്രം ലേഔട്ട് കൊണ്ട്, ഡിസൈൻ കൊണ്ട്, രൂപകൽപ്പന കൊണ്ട് എങ്ങനെ വിഷ്വൽ മീഡിയം കൂടെ ആയിത്തീരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പോൾ അതും നമ്മൾ ഇതിന് പാരലായിട്ട് നമ്മുടെ ഈ ഭാഷയുടെ അഴിച്ചുപണി, ഇതുപോലെ തന്നെ പത്രവിന്യാസത്തിൻ്റെ ഒരു അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും പക്ഷേ അതിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി AI ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കിട്ടുമായിരിക്കും, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കാം. കാരണം AIയോട് പറഞ്ഞാൽ മതി, നമുക്ക് ഇന്നതൊക്കെയാണ് നമ്മുടെ പാരാമീറ്റേഴ്സ്, എന്തൊക്കെയാണ്, ഇതുപോലെയൊക്കെ വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പം AI ചെയ്യുമായിരിക്കും, ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ അതും നമ്മുടെ ഈ മാറി വരുന്ന മാധ്യമ രീതികളുടെ വളരെ സവിശേഷമായ ഒരു പ്രകടമായ ഒരു മാറ്റമായി കാണണം. നമ്മൾ ഈ ചർച്ചയിലെ അതെ, ഇനിയിപ്പം നമുക്ക് ഓഡിയൻസിന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവസരമാണ്. അവർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം, സംശയങ്ങൾ ഉന്നയിക്കാം. ഉണ്ടെങ്കിൽ അത് ആരാണ് മറുപടി പറയേണ്ടതെന്ന് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ മീഡിയ ഒരു കരൾ പിളരും കാലത്തെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ വായന നടക്കും, അതിനെ എങ്ങനെ കാലത്തിനനുസരിച്ച് മാറ്റാമെന്നൊരു ചർച്ചയിലേക്ക് പൊതുവേ പോയിട്ടുണ്ട്. പക്ഷെ വായനക്ക് അച്ചടി മാധ്യമം അനിവാര്യമല്ല. അപ്പം അച്ചടി ഇല്ലാതെ തന്നെ വായന നടക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഈ അച്ചടി മാധ്യമത്തിൻ്റെ ആയുസ് സാറിൻ്റെ വായിൽ നിന്ന് വീണതുപോലെ ആസന്ന മൃത്യുവെ തന്നെ അഭിമുഖീകരിക്കുകയല്ലേ? അതിനെ സർവൈവ് ചെയ്യാൻ ഈ പറഞ്ഞ ചർച്ച എത്രമാത്രം പര്യാപ്തമായിരിക്കും എന്നുള്ളതാണ് ഒന്ന്. താളിയോലയിൽ നിന്ന് അച്ചടിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു താളിയോലക്കാരുടെ ഒരു പിടച്ചിലിനപ്പുറത്തുള്ള ഒരു വാദമാണോ ഇത്? അത്രയല്ലേ ഇതിന് പ്രസക്തിയുള്ളൂ എന്നുള്ളതാണ്. അത് ഒരേ സമയം എനിക്ക് തോന്നുന്നത് അതിലൊരു ചോദ്യവും ഉത്തരവും അതിലുണ്ട് എന്ന് പറയാം. കാരണം നമ്മളിപ്പോൾ പത്രവായനയുടെ തലത്തിൽ നിന്നത് പൊതുവായ വായനയുടെ തലത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, ഒരിക്കലേ ഒരു 10-20 വർഷം മുമ്പ് വായന മരിക്കുന്നു എന്ന് പറഞ്ഞു വലിയ ഒരു ബഹളം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് ഈ വായന മരിക്കുന്നതിനെപ്പറ്റി ഒരു ഏകദിന കൺവെൻഷൻ നടത്തുകയുണ്ടായി. ആ കൺവെൻഷന് ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും നെഞ്ഞത്തടിച്ച് പറഞ്ഞത്, നമ്മുടെ വായന ഉടനെ മരിക്കും, നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിക്കും ആവശ്യമായ തരത്തിലുള്ള ശവപ്പെട്ടിയോ അല്ലെ ശവദാഹമോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഉടനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നായിരുന്നു. പക്ഷേ അത്ഭുതകരമായ കാര്യം, പത്രവായനയെ പറ്റി മാത്രമല്ല പറയുന്നത്, പൊതുവെ വായനയ്ക്ക് ഒരു സുവർണകാലമാണിത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞല്ലോ കോഴിക്കോട് നടത്തിയ ഹോർത്തൂസ് സാംസ്കാരികോത്സവത്തിൽ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മുടെ ഈ ബുക്ക് സെയിൽസിൻ്റെ പുസ്തകങ്ങളുടെ വിൽപ്പന നടക്കുന്ന ആ സ്റ്റോളിൽ നമ്മുടെ ബില്ലിംഗ് ഒക്കെ പ്രോപ്പറാകാത്തതുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ സെയിൽസ് ഇല്ല, നമുക്ക് നാളെ രാവിലെ സെയിൽസ് തുടങ്ങുള്ളൂ എന്നോട് അനൗൺസ് ചെയ്തു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ വന്ന ആളുകളൊക്കെ അവിടെ കാവൽ നിൽക്കുകയാണ്. ഞങ്ങൾക്കതിൻ്റെ ബില്ലും ഒന്നും വേണ്ട, നിങ്ങൾ പൈസ വാങ്ങി ഈ പുസ്തകം തന്നാൽ മതി, കാരണം ഞങ്ങൾ ഇതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ വാസ്തവത്തിലെ ഈ വായന, എനിക്ക് തോന്നുന്നത് നമ്മുടെ പുതിയ ജനറേഷനും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നമ്മുടെ കൺവെൻഷനലായ രീതിയിലുള്ള വായന അല്ലെങ്കിലും വായന അതിഗംഭീരമായി വളരുന്നുണ്ട്. പുസ്തകങ്ങൾ വളരെയേറെ വിൽക്കപ്പെടും. നിങ്ങളൊക്കെ കണ്ടതല്ലേ, നമ്മളെല്ലാവരും കണ്ടതല്ലേ, നമ്മുടെ
ഒരു പുസ്തകത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ കൺവെൻഷനിലായ പുസ്തക പ്രസാധന രീതികളൊക്കെ വിട്ട് നമ്മുടെ കൊച്ചിയിൽ ഒരാളൊരു പുസ്തകം എഴുതിയപ്പോൾ അത് എത്ര ലക്ഷങ്ങളാണ് വിറ്റത്, സോഷ്യൽ മീഡിയ വഴിയാണ് വിറ്റത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇവിടെ കയറി വരുന്നത് ഈ വായനയെ സഹായിക്കുന്ന ഒരു ഘടകമായിട്ടാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നമുക്ക് ഈ പറഞ്ഞ പരദൂഷണത്തിനൊക്കെയുള്ള ഒക്കേഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള നെഗറ്റീവ് സൈഡ് അവിടെ നിൽക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ എങ്ങനെ വായനയ്ക്ക് അതിനൊരു പിന്തുണ നൽകുന്നു, ശക്തമായ പിന്തുണ നൽകുന്നു എന്നുള്ളത് കൂടെ നമ്മൾ, അപ്പോൾ അത് ഒരു പക്ഷേ പത്രവായനയിലേക്ക് വരണം എന്നില്ല, എന്നാൽ പോലും വായന ഏത് രീതിയിലായാലും മുമ്പോട്ട് പോകുന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എന്തെല്ലാം സാങ്കേതികവിദ്യ വരുമ്പോഴും നമ്മൾ വായനയിലേക്ക് ഈ ലോകം മടങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് വലിയ പ്ലസ് പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് മിന്ന രഞ്ജിത്ത്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓരോ പത്രത്തിൻ്റെ ഹെഡ്ലൈൻസ് ഒക്കെ വ്യത്യസ്തമാണ്, അതിലെ ന്യൂസും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അച്ചടി മാധ്യമത്തിൻ്റെ ആയുസ് ഉറപ്പാക്കുന്നതിൽ ജേർണലിസ്റ്റുമാർക്കല്ലേ കൂടുതൽ സാധ്യതയുള്ളത്. കാരണം AI-യിൽ ഫീഡ് ചെയ്യുന്ന ആ ഒരു അൽഗോരിതങ്ങൾക്കനുസരിച്ചല്ലേ അത് പ്രവർത്തിക്കുന്നത്. മോളെ, അതാണ് നേരത്തെ പറഞ്ഞത്. ഇത് നാളത്തെ പത്രങ്ങളെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. മോള് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആരാണ്, മോൾ ഇഷ്ടപ്പെടുന്ന നേതാവ് ആരാണ്, മോൾ ഇഷ്ടപ്പെടുന്ന കലാകാരൻ ആരാണ്, മമ്മൂട്ടിയാണോ, മോഹൻലാലാണോ, പൃഥ്വിരാജാണോ, പുതിയ പിള്ളേരാണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടായിരിക്കും ഈ പത്രം വരാൻ പോകുന്നത്. അപ്പോൾ അതിനിണങ്ങുന്ന ഹെഡിങ് ഈ AI-യുടെ സഹായത്തോടു കൂടിയിട്ട് വരുന്ന തരത്തിലേക്ക് നാളെ എന്തായിരുന്നാലും ഈ പത്രങ്ങളും മാറാൻ പോവുകയാണ്. നമസ്കാരം. ഇപ്പം ഈ പറഞ്ഞെടുത്ത് തന്നെയായിരുന്നു ചോദ്യം. മുന്നേ ഈ സാർ ഈ കാര്യം പറഞ്ഞു. ഇപ്പം VD ശേഷൻ്റെ വീട്ടിൽ ഒരു സൈസിലെ പത്രം, പിണറായി വിജയൻ്റെ വീട്ടിൽ മറ്റൊരു തരത്തിലുള്ള പത്രം. അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ഓരോ പത്രങ്ങളുണ്ടാവും. അത് തമാശയായി തോന്നുമെങ്കിലും ഫാസ്റ്റ് ചാനലുകളുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മീഡിയയിലെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഈ മാധ്യമത്തിനൊരു ധർമ്മം ഉണ്ടല്ലോ. ഇപ്പോൾ പല സത്യങ്ങളായി മാറുകയല്ലേ അങ്ങനൊരു വസ്തുവിലേക്ക് വരുമ്പോൾ. അപ്പോൾ അത് ഈ മാധ്യമങ്ങൾ നിലനിൽക്കണം, അച്ചടി മാധ്യമം നിലനിൽക്കണം. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ ഈ ധർമ്മത്തെ വെടിഞ്ഞുകൊണ്ടാണോ അങ്ങനൊരു നിലനിർത്തൽ ഉണ്ടാകേണ്ടെന്നുള്ളതാണ് ഒരു ചോദ്യം. ഒരു പത്രം തന്നെ വ്യത്യസ്ത തരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് എത്തിക്സിന് നിരക്കുന്നതാണോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സിനിമ വന്നിട്ട് ആ സിനിമയിൽ മലബാർ മേഖലയിൽ ഒരു മമ്മൂട്ടിയോടൊപ്പം നടി വിവാഹിതയായി പോകുന്നു, തിരുവിതാംകൂർ മേഖലയിലാണെങ്കിൽ മോഹൻലാലിനോടൊപ്പം പോകുന്നു. ഇതൊരു കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നമ്മൾ പക്ഷേ ഈ കച്ചവട തന്ത്രം മാധ്യമങ്ങൾ അങ്ങനെ സ്വീകരിക്കാമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ധാർമ്മികമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഗൗരവമുള്ള വിഷയങ്ങളെ അഭിസംബോധന ചെയ്യണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ശക്തിയും പ്രാധാന്യവും അന്തസ്സും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ നടത്തി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവമൊന്നുമല്ല, ഞാനൊരു മനുഷ്യനാണ്. ജോസ് പനച്ചിപ്പുറത്തിനല്ല ഇൻ്റർവ്യൂ കൊടുത്തത്. ഇന്നിവിടെ വരേണ്ടിയിരുന്ന മാതൃഭൂമിയുടെ പത്രാധിപരുണ്ട്, അദ്ദേഹത്തിന് ഇലക്ഷൻ കാലത്ത് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അദ്ദേഹത്തിനല്ല കൊടുത്തത്. ഒരു വ്യവസായ സംരംഭകനാണ് ഈ മോഡി ഈ കാര്യങ്ങൾ പറഞ്ഞത്. മോഡിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുക, ചോദ്യങ്ങൾ നിശിതമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക, ഇതെല്ലാം യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് മാധ്യമങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വലിയ പരിശ്രമം ദേശീയമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആപത്തുകൾക്കെതിരായിട്ട് വിരൽ ചൂണ്ടുകയും ശബ്ദമുയർത്തുകയും ചെയ്യേണ്ട കടമ മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളത് പരമപ്രധാനമാണ്. ആ ചോദ്യത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. സാർ, എൻ്റെ ചോദ്യം പനച്ചിപ്പുറം സാറിനോടാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ശരി സാർ, എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഈ അച്ചടി മാധ്യമത്തിലെ തെറ്റുകൾ കൂടി വരുന്നത്? അച്ചടി മാധ്യമത്തിലെ തെറ്റുകൾ കൂടിയെന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എല്ലാ പത്രങ്ങളിലും ഈ തെറ്റുകൾ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ല. ഇപ്പോൾ നമ്മൾ AI പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ AI-ക്ക് ഒരുപക്ഷെ സജീവമായി പ്രവർത്തിക്കാവുന്ന ഒരു മേഖല തെറ്റുതിരുത്തുന്നതായിരിക്കും. കാരണം അത്
ഒരു ഗിവൺ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ വാക്കുകൾ ഇങ്ങനെ ആയിരിക്കണം. ഇപ്പം നമുക്കറിയാമായിരിക്കും പത്രങ്ങൾക്കെല്ലാം പൊതുവെ സ്റ്റൈൽ ബുക്ക് എന്നൊരു സംവിധാനമുണ്ട്. അപ്പം നമുക്കറിയാം മലയാള ഭാഷയ്ക്ക്, നമ്മുടെ ഭാഷയ്ക്കുള്ളൊരു കുഴപ്പം, നമുക്ക് 2 തരം ശരികളുണ്ട് നമ്മുടെ ഭാഷയ്ക്ക്. ഒന്ന് ഗ്രാമറിൽ പറയുന്ന തരത്തിലുള്ള ഒരു ശരി, അത് നമ്മളെല്ലാവരും പിന്തുടരാൻ ബാധ്യസ്ഥരാണ്. അതേസമയം ചില വാക്കുകളുടെ കാര്യത്തിൽ പത്രങ്ങൾക്ക്, ഓരോ പത്രത്തിനും വ്യത്യസ്തമായ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഉദാഹരണം ഞാൻ പറയാം. ഒരു 10 വർഷം മുമ്പ് മലയാളത്തിലെ എല്ലാ പത്രങ്ങളും പിന്നോക്കം എന്നൊരു പദമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നോക്കം, ബാക്ക്വേഡ് എന്നുള്ള പിന്നോക്കം എന്നാണ്. അപ്പോൾ അക്കാലത്ത് തന്നെ നമ്മൾ മനോരമയുടെ സ്റ്റൈൽ ബുക്ക് ഒരു 10 വർഷം കൂടുമ്പം നമ്മൾ പുതുക്കും. ഭാഷയിൽ വന്ന മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി പുതുക്കും. അപ്പോൾ അതിനുവേണ്ടി പുതുക്കാൻ വേണ്ടി നമ്മൾ ഭാഷാ പണ്ഡിതന്മാരുടെയൊക്കെ യോഗം വിളിക്കും. യോഗം വിളിച്ചപ്പോൾ അതിൽ ഒരാൾ നമ്മളോട് അന്നേ പറഞ്ഞു, അതായത് ഈ പിന്നോക്കം എന്ന പദപ്രയോഗം തെറ്റാണ്. കാരണം ഈ വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? അദ്ദേഹം പറഞ്ഞു, പിന്നോട്ട് ആയുകയാണ് ചെയ്യുക, മുന്നോട്ട് ആയുകയാണ് ചെയ്യുക. അപ്പം മുന്നാക്കം, പിന്നാക്കമാവും. പക്ഷേ എന്തുകൊണ്ടോ ചരിത്രപരമായ വല്ല കാരണത്താലും എല്ലാ പത്രങ്ങളും പിന്നോക്കം, മുന്നോക്കം എന്നെഴുതി വന്നു. അപ്പോൾ ഈ ഭാഷാ പണ്ഡിതൻ പറഞ്ഞപ്പോൾ നമ്മൾ സാഹസികമായ ഒരു തീരുമാനമെടുത്തു. ഓക്കെ, ഇത് ശരിയല്ല, അതായത് പിന്നാക്കവും മുന്നാക്കവും തന്നെ വേണം നമ്മുടെ സ്റ്റൈൽ ബുക്കിൽ. അങ്ങനെ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് തൊട്ട് നമ്മൾ പിന്നാക്കവും മുന്നാക്കവും എഴുതി തുടങ്ങി. ഒരു 2-3 വർഷത്തേക്ക് ആരും നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയ ഈ പ്രയോഗത്തെ പിന്തുടർന്നില്ല. അത് കഴിഞ്ഞപ്പോൾ 2-3 വർഷം കഴിഞ്ഞപ്പോൾ മാതൃഭൂമി പിന്നാക്കത്തിലേക്കും മുന്നാക്കത്തിലേക്കും വന്നു. അപ്പോഴും ചില പത്രങ്ങൾ ഈ പിന്നോക്കവും മുന്നോക്കവും തന്നെ പാലിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഏതാണ്ട് മലയാളത്തിൽ പൊതുവെ പത്രങ്ങളെല്ലാം മുന്നാക്കവും പിന്നാക്കവും പൊതുവായി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റല്ല, അത് ശരിയും തെറ്റിൻ്റെയും പ്രശ്നമല്ല. അത് ഈ പറയുന്ന ഭാഷയുടെ ചില ശരികൾ നമ്മൾ കണ്ടെത്താൻ വൈകിയതാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുമായിരിക്കും. മറ്റു തരത്തിലുള്ള തെറ്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് ചില വിദേശ വാർത്തകളൊക്കെ നമുക്ക് തരുന്നത് വാർത്താ ഏജൻസികളാണ്. അപ്പോൾ അതിൽ പല വാർത്താ ഏജൻസികളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. റോയിട്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രഞ്ച് ഏജൻസിയായ AFP ഉണ്ട്, അമേരിക്കയുടെ AP ഒക്കെ ഉണ്ട്. അപ്പോൾ ഈവൻ ഒരു വാർഫീൽഡിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ തന്നെ AP പറയുന്ന ഒരു കണക്ക് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. കാരണം കുറച്ച് കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് റോയിട്ടേഴ്സിൻ്റെ സ്റ്റോറി നോക്കുമ്പോൾ അത് വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഏത് സ്വീകരിക്കും എന്നുള്ളത് വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഡെസ്കിലിരിക്കുന്ന ആളുകൾക്ക്. കാരണം ഇതിൽ ഏതായിരിക്കാം ശരി? നമ്മുടെ ലേഖകൻ ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ആരോടും വെരിഫൈ ചെയ്യാനൊന്നും നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ഫോളോ ചെയ്തത് AP ആണെങ്കിൽ, അമേരിക്കയുടെ AP എന്ന് പറയുന്ന ഏജൻസി ആണെങ്കിൽ നമ്മൾ ഇന്നും അത് തന്നെ സ്വീകരിക്കും. കാരണം ഇന്നലത്തേതിൻ്റെ അടുത്ത ഒരു എക്സ്റ്റൻഷനാണല്ലോ ഇന്നത്തേത്. അപ്പോൾ ഇന്നലത്തെ കണക്കുമായിട്ട് ഇത് പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യണം. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ വേറൊരു ഏജൻസിയുടെ സ്റ്റോറി ആയിരിക്കും എടുക്കുക. അങ്ങനെ വരുന്നത് ചിലപ്പോൾ നമുക്ക് തെറ്റാണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് തെറ്റാണോ, അബ്സൊല്യൂട്ടായ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. മറ്റു തരത്തിലുള്ള തെറ്റുകൾ തിരുത്താനായിട്ട് നമ്മുടെ എല്ലാ പത്രസ്ഥാപനങ്ങളിലും അതിനൊരു സംവിധാനമുണ്ട്. അതിനെയും കടന്ന് തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് കിട്ടുന്ന നമ്മുടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടുള്ള അതെല്ലാം നമ്മൾ തിരുത്തുന്നുണ്ട്. എല്ലാ പത്രങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. RS ബാബു സാറിനോട് സാറേ, ലോകമാകമാനം ഈ പ്രിൻ്റ് മീഡിയ ഭീഷണിയിലാണ്. പ്രത്യേകിച്ച് ChatGPTയും ഗൂഗിളും ഒക്കെ കണ്ടൻറ്റ് ന്യൂസ് പേപ്പറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അവർ കോപ്പിറൈറ്റ് വയലേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലയാള പത്രങ്ങളും അവരുടെ മലയാള പത്രങ്ങളുടെ കണ്ടൻറ്റ് അവരെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കോപ്പിറൈറ്റ് വയലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള IPR പ്രശ്നങ്ങളെ സാറിൻ്റെ പോലെയുള്ള ഒരു മീഡിയ എക്സ്പെർട്ട് എങ്ങനെ ഡീൽ ചെയ്യും? പിന്നെ രണ്ടാമത് ചരമക്കോളത്തിൻ്റെ മാഡം പറഞ്ഞ ചരമക്കോളത്തിൻ്റെ ഓട്ടോമേഷൻ, അത് അവിടെ ഹ്യൂമനൈസിങ് ഫാക്ടർ മിസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും AI ട്രാൻസ്ലേഷനിലെല്ലാം ആ ന്യൂവാൻസസ് മിസ് ചെയ്യുന്നുണ്ട്. അതിലെന്താണ് ഒരു പരിഹാരം? ഈ 2 ചോദ്യം. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം ഗൗരവത്തിൽ യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടുക കൂടി ചെയ്തിട്ട് ഈ കാര്യങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുകയാണ് നമുക്ക് വേണ്ടത്. അതിനുള്ളൊരു പ്രോസസ്സും സ്വാഭാവികമായിട്ട് നമുക്ക് നടത്തേണ്ടതായിട്ട് വരും.
എ ഐ ഇനിയിപ്പോൾ നമുക്ക് 10-15 വർഷം മേ ബി ഈ ഹ്യൂമനൈസിങ് ഫാക്ടർ കൊണ്ടുവരും. ഇപ്പം ഇല്ല, കൊണ്ടുവന്നുകൂടാ എന്നില്ല. അപ്പം നമുക്കത് കാണേണ്ടി വരും ഫ്യൂച്ചർ എന്താണെന്നുള്ളത്. നമുക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതോടെ നമുക്ക് ഇവിടെ വെച്ച് തീരുകയാണ്. സ്പീക്കറിനും നിയമസഭയും നമുക്ക് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ദം ഫോർ ഹോൾഡിംഗ് ദിസ് കോൺവെർസേഷൻ. താങ്ക് യു ബോത്ത് ദ പാനലിസ്റ്റ്. ഇങ്ങനൊരു ഇതിൽ വന്ന ഇത്രയും ഇൻസൈറ്റ്ഫുൾ ഡിസ്കഷൻസും ശരിക്കും പറഞ്ഞ ഒരു സ്റ്റഡി ക്ലാസ് പോലെ തന്നെയായിരുന്നു അബൌട്ട് ജേർണലിസം ആൻഡ് വാട്ട് ദ ഫ്യൂച്ചർ ഹോൾഡ്സ് ഫോർ ദ പ്രിൻറ്റ് മീഡിയ. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ബോച്ചെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുള്ളൊരു ലോകത്താണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഇവിടെ സ്ത്രീകളുടെ അഗെൻസ്റ്റ് ഹണി റോസ് മാത്രമല്ല വേറെ പല പല സ്ത്രീകളുടെ അഗെൻസ്റ്റും പല അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന ക്രിമിനൽസിനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. ഇദ്ദേഹം റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അഗെൻസ്റ്റും നമ്മൾ അന്തസ്സായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ള ഓർഗനൈസേഷൻസ് എന്ന് നമ്മൾ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കണം. ഇതൊക്കെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ നമ്മുടെ കടമയാണ്. നമ്മുടെ അന്തസ് ഉയർത്താൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജെൻഡർ സെൻസിറ്റൈസ്ഡ് ഈക്വൽ ന്യൂസ് പേപ്പേഴ്സിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. താങ്ക് യു സോ മച്ച് ബോത്ത് ദ പാനലിസ്റ്റ്. താങ്ക് യു.